കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്, മട്ടൺ സൂപ്പ്. ഇത് എന്നോട് പലരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. എനിക്കിപ്പോഴാണ് അത് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ മട്ടൺ സൂപ്പ് തന്നെ പല വിധത്തിലുണ്ടാക്കാം. ക്ലിയർ ആയിട്ടും ഉണ്ടാക്കാം, മസാല ചേർത്തും ഉണ്ടാക്കാം. ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് അല്പം മസാല ചേർത്താണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത്. നിങ്ങളും ഇതുപോലെ തന്നെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളിത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഈ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം മട്ടൺ. ഇത് എല്ലോട് കൂടിയ മട്ടനാണ്. ദശ കുറവും എല്ല് കൂടുതലും ഉള്ളതാണ് സൂപ്പിന് ഏറ്റവും നല്ലത്. അങ്ങനെ മേടിച്ചതാണിത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, വിനാഗിരിയും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 20 ചുവന്നുള്ളി, ഇത് 5 എണ്ണം താളിക്കാനുള്ളതും ബാക്കി ചതച്ച് മട്ടൻ്റെ കൂടെ വേവിക്കാനുള്ളതാണ്. ഒരു ചെറിയ തക്കാളിപ്പഴം, കുറച്ച് കറിവേപ്പില, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടിയാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. താളിക്കാനായിട്ട് കടുക്, വെളിച്ചെണ്ണ, ഉള്ളിയും കറിവേപ്പിലയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മട്ടൺ നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിത് താളിച്ചെടുക്കുന്നത്. പിന്നെ വെള്ളം, 1 ലിറ്റർ വെള്ളം, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സൂപ്പ് എന്തോരം കിട്ടണോ അതിനേക്കാളും 1/2 ഗ്ലാസ് വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കണം. ഇത് വെന്ത് വറ്റാനുള്ളതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൺ അതിലേക്ക് ചേർത്ത് ഇനി ചതച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിപ്പഴം ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിൽ നിന്ന് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് എരിവിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളം, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്കിത് വേവിച്ചിട്ട് കൊടുക്കാം. ഇത് 7 വിസിൽ കേൾക്കണം. അതിൽ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും, ബാക്കി 6 വിസിലും കേൾക്കണം. മട്ടൺ ഇപ്പം 7 വിസിൽ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കടുക് വറക്കാം. ഇനി നമുക്കിത് കടുക് വറക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മേയറിൻ്റെ പാനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം.
ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൂപ്പ് ഈ എണ്ണയിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് വെന്തതിൻ്റെ എല്ലൊക്കെ വിട്ടിരിക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് ഏറെ സൂപ്പിൻ്റെ എല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കടുക് വറുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് നോക്കണം. ഇതിൻ്റെ അത് കുറച്ച് എരിവും കൂടെ വേണം. ഞാൻ ബാക്കി ഇരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ഉപ്പും വേണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ എരിവ് ഉപ്പും നോക്കണം. നമ്മുടെ സൂപ്പ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.